ആരാണ് അവിടെ ചൂളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 വർഷം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 വർഷം. നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എന്തൊരു ജീവിതം. എനിക്ക് റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവർക്കും എല്ലാം അറിയാം. ഇവിടെ രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല. തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. വേണ്ട, ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിക്കണേ. ഞാൻ ഇപ്പം കൊണ്ടുവരാം, കേട്ടോ? കേട്ടു. അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം. നാരായണി, നാരായണി. എന്തുവാ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഞാൻ വിളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നു. ബഷീറേ, ബഷീറേ, ബഷീറേ. ദൈവത്തെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം.